കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഓട്ടോറിക്ഷ കൂടിയെന്ന് പുറത്തേക്ക് ഇറക്കാൻ പറ്റാതെ പെട്ടു കേട്ടോ. പറമ്പിൽ കയ്യാലെ വേണതിപ്പോൾ ഓട്ടോറിക്ഷ അകത്തായി പോയി പുറത്തേക്ക് ഇടാൻ വേണ്ടി കഴിഞ്ഞില്ല. അതാണ് മെയിൻ ആയിട്ട് പ്രശ്നം പറ്റിയത്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. വെക്കേഷൻ ബോറടിച്ചിരുന്ന നൈൽക്കുണ്ട് നമ്മുടെ കൂടെ ഉണ്ട്. 3 മാസമായിട്ട് ഓട്ടോ വെറുതെ അടക്കണാനും ഉള്ളൊക്കെ മൊത്തത്തിൽ പൊടി കയറിട്ടോ. വണ്ടി സ്റ്റാർട്ട് ആവോ എന്ന കാര്യത്തിലാണ് അടുത്ത കൺഫ്യൂഷൻ. സീറ്റൊക്കെ തുടച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി നോക്കാം കേട്ടോ. നൈൽക്കുട്ടും പറഞ്ഞ പോലെ തന്നെ വണ്ടി സ്റ്റാർട്ടായി. പക്ഷേ റോഡിലേക്ക് ഇറക്കുക എന്നുള്ളതാണ് ടാസ്കിന്. കയ്യാൽ ഈ സൈഡ് ഹൈറ്റ് കുറവായതുകൊണ്ട് കല്ല് വെച്ചിട്ട് റോഡിലേക്ക് നൈസായിട്ട് ഇങ്ങോട്ട് ഇറക്കിയിട്ട് വണ്ടി. ഇത്ര നാൾ പൊടി പിടിച്ചേർന്നാലും നന്നായിട്ട് വണ്ടി ഒന്ന് കഴുകിയും സ്കുട്ടപ്പനാക്കി. ഞാൻ തുടക്കണം. എല്ലാവരും വണ്ടി കയറി എല്ലാവരും കയറുമോ? ഇനി നമ്മൾ ഈ ഓട്ടോറിക്ഷ കയറിയിട്ട് ഒരു സ്ഥലം വരാൻ വേണ്ടി പോവാണ്. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി ഉണ്ട്. മരത്തിൽ കയറിയാലോ? കയറാം. ആ ശരി. എൻ്റെ അമ്മ ഇത് എന്തോരല്ലേ. അമ്മയ്ക്കും നൈലൂനും കുഞ്ഞാവയ്ക്കൊക്കെ കഴിക്കാൻ വേണ്ടി മോളിൽ കയറി പറിച്ചതാ. കുറച്ച് റംബൂട്ടാനും മരത്തിന്റെ മുകളിൽ കയറി പറിച്ച് നൈലുകൊണ്ട് അമ്മാമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ അമ്മച്ചി നല്ല ചക്കപ്പുഴുക്കും ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു കേട്ടോ. ചക്കവലത്തും ചായയും നമ്മുടെ വണ്ടി കിടക്കും.